അത്രത്തോളം ഭർത്താവിന്റെ ആയുസ് കൂടുമെന്ന്. ഞാൻ കല്യാണം കഴിഞ്ഞ് കൃത്യം 7ാമത്തെ വർഷം താലി കഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റേണ്ടി വന്നോളാം. 7 വർഷമേ ജീവിച്ചിട്ടുള്ളൂ ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പം. ഉറങ്ങാൻ കിടന്നതാ കൂടെ. നേരം വെളുത്തപ്പോൾ എന്നോടൊരു വാക്കുപോലും പറയാതെ, എത്ര വിളിച്ചിട്ടും വിളി കേൾക്കാതെ തണുത്തുറഞ്ഞ രീതിയിൽ കിടക്കുകയായിരുന്നു. പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങൾ സങ്കടപ്പെടുമല്ലോ എന്ന് കരുതി എനിക്കൊന്ന് ഉറക്കെ കരയാൻ പോലും പറ്റിയില്ല. ആരൊക്കെയോ ചേർന്ന് എന്റെ സിന്ദൂര രേഖയിലെ കുങ്കുമം തുടച്ചു മാറ്റിയപ്പോൾ രക്തം പൊടിഞ്ഞത് എന്റെ കണ്ണുകളിൽ നിന്ന്. പിന്നെ സിന്ദൂര രേഖയിൽ കുങ്കുമിട്ട് നിൽക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഭാഗ്യവതികൾ എന്ന് എന്റെ മനസ്സറിയാതെ പറഞ്ഞു പോകുമായിരുന്നു. ഇന്ന് ഭർത്താവുള്ളവളുമാർക്ക് സീമന്തരേഖയിൽ കുങ്കുമം ചാർത്താനൊരു മടി. പക്ഷേ നീ അങ്ങനെ ആകരുത്. ഇനി നിന്നെ ഇങ്ങനെ കണ്ടേക്കരുത് എന്റെ മുന്നിൽ. പോടി. ഭർത്താവ് ചത്തിട്ടില്ലെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ പോയി സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തി വാ. പോ. നിങ്ങളെന്താ ഇവിടെ? എവിടെയാണ് എന്റെ ബ്രോ? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ ബ്രോ എവിടെയെന്ന്? നിന്റെ ബ്രോയെ കാണാതായ തേടി വരാനുള്ള സ്ഥലം ഇതല്ല. മനസ്സിലായില്ലേ? ഇത് തൃച്ചംബരത്തിന്റെ പിന്നാമ്പുറമല്ലാന്ന്. അരവിന്ദ്, വേണ്ട അരവിന്ദ്, വേണ്ട. സംസാരിപ്പിക്കേ. പറയടി, എന്റെ ബ്രോ എവിടെ? അല്ലെങ്കിൽ ഇവിടെ വെച്ച് തീരുന്നീ. അവസാനിപ്പിക്കും ഞാൻ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? കഷ്ടം. തൃച്ചംബരത്തെ നിന്റെ തറവാട്ടിൽ ഞാൻ ആരാണെന്ന് അറിയിക്കാതെ അജ്ഞാതവാസം നടത്തിയപ്പോ പോലും നിന്നെ ഭയന്നിട്ടില്ല ഞാൻ. പിന്നെയാ ഞാൻ കരം കൊടുക്കുന്ന എന്റെ സ്വന്തം വീട്ടിൽ വന്ന് നിന്റെ ഈ പേടിപ്പിക്കൽ. അരവിന്ദ്, ചെമ്പരത്തിനെതിരെ ഓരോന്ന് പ്രവർത്തിക്കുമ്പോഴും നിന്നെ തേടി ഞാൻ വരാതിരുന്നതേ നിന്നെ ഭയന്നിട്ടൊന്നുമല്ല. വന്ന അടുത്ത സൂര്യോദയം കാണാൻ നീ ഉണ്ടാവില്ലെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളതുകൊണ്ടാ. ഇന്ന് എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞു, എന്റെ ബ്രോ എവിടെ? പ്രിയങ്കേ, ഇപ്പൊ നിന്നെ തേടി വന്നത് കൊല്ലിലും കൊലയ്ക്കും ഒന്നുമല്ല. ആനന്ദ് എവിടെ? നിങ്ങൾ അവനെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്? ആഹാരത്തിന് ശേഷം മധുരം കഴിക്കണം. ഇത് ഞാൻ ജയന്തിക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിച്ചു വെച്ചതാ. അയ്യോ, നോക്കട്ടെ.
അയ്യോ ആ ഷൂ ഒന്ന് പോ, എനിക്ക് വയ്യ. ദാ അയ്യോ. ഉം. ഇതെന്താ പുതിയൊരു കൂട്ടുകെട്ട്? നന്ദന ജയന്തിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. ഇതിലെന്തോ ചതിയുണ്ട്. ഈ മരക്കഴുത വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവോ എന്തോ. നല്ല ജിലേബി ദേ, നീ എന്താ ഈ കാണിക്കുന്നേ? നന്ദനെ കൊണ്ട് ആഹാരം വിളമ്പിക്കുന്നു. നീ ആരാടി ഇവിടുത്തെ കെട്ടിലമ്മയോ? ദേ, ഈ ഇരിക്കുന്നതേ ഞങ്ങളുടെ ഒരേ ഒരു മരുമകളാ, തൃച്ചംബരത്തിന്റെ അടുത്ത അവകാശി. ആന്റി, ഞാൻ ജയന്തിക്ക് ആഹാരം വിളമ്പി കൊടുത്തതാ, അല്ലാതെ ജയന്തി എന്നെ കൊണ്ട് വിളമ്പിച്ചതൊന്നും അല്ല. എന്തിനാ ആന്റി അസൂയപ്പെടുന്നത്? ചിലരുടെ സ്നേഹം നമ്മൾ അറിയാൻ വൈകും. വൈകി വന്ന ബന്ധവാ ഞാനും നന്ദനയും തമ്മിലുള്ള ബന്ധനം. ഓ, പുതിയ ബന്ധനോ? എഴുന്നേക്കടി എവിടുന്ന്. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തവളാ സാഹിത്യം പറയുന്ന. ഇവിടെ ഒരുത്തനെ കാണാതായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. ഞാനും ചേച്ചിയൊക്കെ മനസ്സുരുക്കി നടക്കുക. അപ്പോഴാ അവളുടെ ഒരു സദ്യയൂണ്. അസൂയ പിടിച്ച ആന്റി. എഴുന്നേക്കടി എവിടുന്ന്. ഈ സ്വീറ്റ്സ് ഒന്ന് കാലിയാക്കിക്കോട്ടെ. ആന്റി, നന്ദന ഇതിൽ ഇടപെടണ്ട. ഇവളെ ഞാൻ കുറച്ച് നാളായി ശ്രദ്ധിക്കുക. വാടി ഇവിടെ വരാൻ. വാ ഇങ്ങോട്ട്. ആന്റി, ഇതും കൂടി വേണ്ട. വാ. വീട് ആന്റി. എന്റെ കൈ. കൈ ഇങ്ങോട്ട് നീട്ട്. വീണോ? നന്ദൻ എന്തൊക്കെ ചോദിച്ചു നിന്നോട്? അമ്മയുടെ കാലിലെ പ്ലാസ്റ്റർ എടുത്തോന്ന് ചോദിച്ചു. എന്താ അത് അത്ര വലിയ കുറ്റമായി പോയോ? പിന്നെന്ത് ചോദിച്ചു? എനിക്കറിഞ്ഞൂടാ. മനുഷ്യന് ആഹാരം കഴിക്കാൻ സമ്മതിക്കൂല. എടി, അവള് നിന്നെ സ്നേഹം കൊണ്ട് പിടിച്ചിരുത്തി ഊട്ടിയതൊന്നും അല്ല. നിന്റെ കയ്യിൽ നിന്നുള്ള രഹസ്യങ്ങൾ ചോർത്താനുള്ള തന്ത്രമായിരുന്നു അവളുടേത്. ആണോ? എടി, ആനന്ദിനെ കാണാതായതിന്റെ പിന്നില് ഞാനോ നീയോ ഉണ്ടോന്നറിയാനുള്ള ശ്രമം നടത്തുക അവള്. തൃച്ചംബരത്തിനകത്തുള്ള CBI അവള്. പറയ്, അവൾ എന്തൊക്കെ ചോദിച്ചു നിന്നോട്? കഴിക്ക് ജയന്തി. ഞാൻ അങ്ങോട്ട് സ്നേഹം കാണിക്കുമ്പോ തിരിച്ചും കാണിക്കണം. ഇനി മുതല് നമ്മൾ തമ്മിൽ ഒരു രഹസ്യവും വേണ്ട. അല്ല, ഇതൊന്നും വിലാസിനി ആന്റി അറിയരുത്. അല്ല, വിലാസിനി ആന്റി ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് പോകുന്നുണ്ടല്ലോ. എവിടെ പോകുന്നതാ? ഇനി എപ്പ പുറത്തു പോയാലും എന്റെ അടുത്ത് പറയണം. അല്ല, വേറൊന്നും അല്ല. ആ സമയത്ത് ജയന്തിക്ക് എന്ത് ആഹാരം വേണോന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു തരാം. അയ്യോ, അതിനെന്താ? ആന്റി ഇവിടുന്ന് എപ്പോ പുറത്തു പോകുന്നു ആ സമയത്ത് തന്നെ ഞാൻ വിളിച്ചു പറയാം. അയ്യോ, പിന്നെന്ത് ചോദിച്ചു അവള്? പിന്നെ പിന്നെ മതിയോ ജയന്തി? ആഹാരം ഇനിയും കൂടുതൽ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലേ ഒരു ടോണിക് ഉണ്ട്. അഖിലാന്റി ഒക്കെ കഴിക്കുന്ന ഒരു ടോണിക്കാ. അതിന്റെ പേര് ഓർത്ത് വെച്ച് ജയന്തിക്ക് ഞാൻ വാങ്ങിത്തരാം. അയ്യോ, അതൊന്നും വേണ്ട. അതെനിക്കറിയാം. ആ ടോണിക്ക് അത് വിലാസനയുടെ കയ്യിലുണ്ട്. ഇരുമ്പ് ടോണിക്കല്ലേ? അയ്യോ, എടി, ഞാൻ എല്ലാം നശിപ്പിച്ചല്ലോ നീ. ഒരു ടോണിക് ഉണ്ടെന്ന് പറഞ്ഞത് ഇത്രയും വലിയ പ്രശ്നമാണ് ആന്റി. പിന്നെ നീ എന്തൊക്കെ പറഞ്ഞു തീറ്റപ്രാന്തി? ഗിരിരാജവർമ്മയുടെ കാര്യം എന്തോ ചോദിച്ചു. എന്താ പ്രിയങ്കേ? ആന്റി, ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. പറയ്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഹലോ, വ്യക്തമാവുന്നില്ലല്ലോ.
പ്രിയങ്ക ഏതെങ്കിലും യാത്രയിലാണോ? ഹലോ അല്ല ആന്റി, റേഞ്ചിന്റെ പ്രശ്നം. ഹലോ ഹലോ. അയ്യോ, ആ ഫോൺ വന്നതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. കേക്കുന്നില്ല. ഹലോ ആന്റി, അഖിലേക്കില്ലേ, ഒരു കാരണവശാലും ടോണിക്ക് കൊടുക്കുന്നത് നിർത്തരുത്. തൃച്ചംബരത്തിന്റെ തകർച്ച കൂട്ടത്തോടെ ആവണം. അത് ഞാൻ ഏറ്റു. നമ്മുടെ ലക്ഷ്യം മറന്നു പോകരുത്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നീ ലക്ഷ്യത്തിലെത്തുമ്പോഴാ എന്റെ വിജയം. ഹലോ ഹലോ. പ്രിയങ്ക ഒന്നും കേൾക്കുന്നില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം. ആ അമ്മേ, എന്റെ വല്യുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ അമ്മേ? കണ്ണടച്ച കാതിലൊരു തരം നിലവിളികളെ കേൾക്കണേ. മനസ്സില് വെള്ള പുതച്ച രൂപങ്ങൾ. എന്താ അമ്മ ഇതൊക്കെ? ഒരു വിധവയായിട്ട് ജീവിക്കാനാണോ എന്റെ വിധി? വിധവയുടെ വെള്ള വസ്ത്രം ധരിച്ച് ഒരായുഷ്കാലം മുഴുവൻ ജീവിച്ചു തീർക്കാൻ ഞാനുണ്ടാവില്ല. വല്യുഞ്ഞില്ലാതെ ഈ ലോകത്ത് എനിക്ക് പറ്റില്ല അമ്മേ. വല്യുഞ്ഞിന്റെ ശബ്ദമില്ലാതെ, ഗന്ധമില്ലാതെ ഈ ചുവരുകൾക്കുള്ളിൽ എനിക്ക് ശ്വാസം മുട്ടുക. ഇനിയും കാത്തിരിക്കാൻ വയ്യമ്മ. എനിക്കെന്റെ വല്യുഞ്ഞിനെ കാണണം. എനിക്കെന്റെ വല്യുഞ്ഞിനെ വേണം. എനിക്കെന്റെ വല്യുഞ്ഞിനെ വേണം. എനിക്കെന്റെ വല്യുഞ്ഞിനെ വേണം. നോവിച്ചവരോടുള്ള കണക്ക് തീർക്കലാണ് ആനപ്പകയും പാമ്പിന്റെ പ്രതികാരവും. കൊത്തുന്നതിനും കൊമ്പ് കോർത്ത് കൊല്ലുന്നതിനും വിട്ടുവീഴ്ചയില്ല. ജനമേ ജയ മഹാരാജാവ് ഇനി പുനർജനിച്ച് സർപ്പസത്രം നടത്തിയാലും നാഗമടത്തുകാർക്ക് ഒരു പ്രശ്നവുമില്ല. പറനാഗവും അഞ്ചരമണി നാഗവും നാഗമടത്ത് പരദേവതകൾക്കൊപ്പം സംരക്ഷണമൊരുക്കുമ്പോൾ നമുക്കെതിരെ ആരുടെയും ഒരു വിരൽ പോലും ഉയരില്ല. ഭാവിയിൽ ചരിത്ര വിദ്യാർത്ഥികൾക്കൊരു പാഠമാകണം നാഗമടത്ത് വംശാവലി. പാമ്പ് കടിച്ചാൽ മാത്രം പോരാ, 1000 വജ്രസൂചികൾ തറച്ചുകയറുന്ന വേദനയിൽ അതിന്റെ വിഷം സിരകളിൽ നിന്ന് ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും ഇരച്ചു കയറി അങ്ങനെ ശത്രു മാരക വേദനയിൽ പിടഞ്ഞു മരിക്കണം. എങ്കിലേ പാമ്പിനെ ഭയമുണ്ടാവും. തൃച്ചംബരത്തുകാരുടെ പേടി സ്വപ്നമായി മാറണം നാഗമഠം. മാറ്റണം. തൃച്ചംബരത്തുകാരോട് ഒരു സന്ധിയും നമുക്കില്ല അങ്കിൾ. ഗിരിരാജവർമ്മയുടെയും പ്രിയങ്കയുടെയും ഗംഗയുടെയും ഒക്കെ ജീവിത ലക്ഷ്യമാണത്. അതെ, ഓടിപ്പോരെങ്കിൽ ഓടിപ്പോര്. തൃച്ചംബരത്തിന്റെ ഓരോ തൂണുകളും തകർന്നു വീഴണം. ഇപ്പോൾ ആനന്ദെന്ന നെടുന്തൂൺ, അവൻ വീണപ്പോഴേ തൃച്ചംബരം ആടി ഉലയുകയാണ്. ഇതാണ് അവസരം. ഇനിയാണ് ആക്രമണം വേണ്ടത്. അത് 4 ഭാഗത്തു നിന്നുണ്ടാവണം. ഇനി നമ്മൾ ചെയ്യുന്ന ഓർക്കാപ്പുറത്തുള്ള ഓരോ അറ്റാക്കുകളും അവർക്ക് താങ്ങാനാവില്ല. തൃച്ചംബരത്തിന്റെ സർവനാശത്തിന് ഇനി നമ്മുടെ ശക്തിയേക്കാൾ ബുദ്ധിയാണ് പ്രവർത്തിക്കേണ്ടത്. അതെ അങ്കിൾ, ആനന്ദിനെ കാണാതായതോടെ തൃച്ചംബരത്തുള്ള ആർക്കും ഊണും ഉറക്കവും ഇല്ലാതായി. സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്നുള്ള ഒരു പ്രതിസന്ധിയിൽ നിൽക്കുക അവര്. ഈ സമയത്ത്
അവരുടെ കമ്പനി കാര്യങ്ങൾ ആകെ താറുമാറാകുകയാ. അകലയും ശിവരാമനും ശ്രദ്ധിക്കുന്നില്ല. ചേട്ടനെ കാണാത്ത ദുഃഖത്തിൽ കരഞ്ഞു വിളിച്ചു നടക്കുകയാണ് അനിയൻ അരവിന്ദ്. മദ്യസേവയും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ അവസരം നോക്കി അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇടിച്ചു കയറണം. ഒന്നൊന്നായി അത് തകർക്കണം. അതെ, വ്യവസായ രംഗത്തെ അവരുടെ അപ്രമാദിത്വം തകർക്കണം. വീണുകിടക്കുന്ന ഈ അവസരം മുതലാക്കി നമ്മൾ പട നയിച്ചാലേ ജയിച്ചു മുന്നേറാനാവൂ. അവരെ തകർക്കാൻ അവരുടെ കമ്പനിയിൽ തന്നെ ഒരു ചാരനുണ്ടെങ്കിൽ, ചാകുമെന്നറിഞ്ഞിട്ട് പടവെട്ടുന്ന ചാവേറല്ല, വിജയം ഉറപ്പിച്ച് പടവെട്ടുന്ന ചാവേർ. ആ, എന്നാ ശരി. എനിക്ക് ഇന്നൊരു പ്രമാണം രജിസ്റ്റർ ചെയ്യാനുണ്ട്. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ശരി. അതെ, നമ്മളിങ്ങനെ ഭിന്നിച്ച് നിൽക്കാനുള്ളവരല്ല, നമ്മളിങ്ങനെ ഒന്നിച്ച് നിൽക്കാനുള്ളവരാ. അതെന്താ കാര്യം നീ എപ്പോ പറഞ്ഞുതരാം. അല്ല അതെന്താ? അരവിന്ദേ, നീ എന്താ ഇവിടെ? മദ്യപിച്ച് ലെക്ക് കെട്ട് വഴിമാറി വന്നിരിക്കുകയാണോ നീ? ഇത് ഔട്ട് ഹൗസാ. നീ താമസിക്കുന്നത് തൃച്ചംബരത്തല്ലേ? വൈറസ് ഇവിടെ എത്തിയാ? ഡെൽറ്റ വൈറസും കൂടെ ഉണ്ടല്ലോ. സന്തോഷം. പറ്റെങ്കിൽ ഇവിടെ എല്ലാം തകർത്ത് തരിപ്പണാക്കിട്ട പോവാളെ പ്ലീസ്. എന്ത് അരവിന്ദേ, ദേ, തൃച്ചംബരത്തിന് ഒരു അഭിമാനവും അന്തസ്സും ഒക്കെ ഉണ്ട്. അതിവാല്യക്കാരിയോട് സംസാരിച്ച് കളയാൻ നിൽക്കരുത് നീ. ഇത്രയും നാളും പകല് മദ്യപാനം ഇല്ലായിരുന്നു, ഇപ്പൊ അതും തുടങ്ങി. ഒരു മുടിയനായ പുത്രൻ. അത് കണ്ട് ആസ്വദിക്കാൻ കുറെ ആൾക്കാരും. വാ, എഴുന്നേക്ക്, വാ. കൈവിടരുത്, എന്റെ അടുത്തേക്ക് വന്നരുത്. ഓപ്പളമേ, എന്റെ ബ്രോ ഇല്ലേ, അത് ചേട്ടനെ അന്വേഷിച്ചിറങ്ങിയ ഒരു അനിയൻ, അത് 4 കാലല്ലേ. നീ ചേട്ടനോട് കാണിക്കുന്ന ഈ സ്നേഹമേ വെറും അഭിനയമാണ്, വെറും അഭിനയം. ഒരുമാതിരി സംസാരിച്ചാണ്ടല്ലോ, വാക്കുകളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കണം. സൂക്ഷിച്ചു തന്നെയാടാ ഉപയോഗിക്കുന്നത്. നീ ചതിയനാണ്, ചതിയൻ. താലി കെട്ടിയ പെണ്ണിനെ വരെ ചതിക്കുന്നവൻ. നീയൊക്കെ ഊതിപ്പെരിപ്പിച്ച തൃച്ചംബരത്തെ അഭിമാനവും അന്തസ്സും ഉണ്ടല്ലോ, അതിലകപ്പെട്ട് നിന്റെ ഈ സ്വഭാവ ഗുണം പോലും അറിയാതെ കൈപിടിച്ച് തന്നതാവും ആ പെങ്കൊച്ചിന്റെ ആൾക്കാര്. എന്താ എന്താ അവളുടെ പേര്? നന്ദന. 10 മാറ്റുള്ള പെണ്ണാണത്. തങ്കത്തിന്റെ മനസ്സുള്ളവൻ. അങ്ങനെയുള്ളൊരു പെണ്ണിനെ കെട്ടാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. അതേടാ, നിന്നെപ്പോലുള്ള ഭർത്താക്കന്മാര് സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ കുടിച്ച് വേച്ച് നടുറോഡിൽ ഉടുതുണി പോലും ഇല്ലാതെ നടക്കുമ്പോൾ നീയൊക്കെ താലി കെട്ടിയ ഭാര്യമാരുണ്ടല്ലോ, അവരെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുകയാണ്. വിളിച്ചോണ്ട് പോടിവനെ. അശാന്തികളുടെ ഏതോ പാതിരാവിൽ ദുസ്വപ്നങ്ങൾ കണ്ടെഴുന്നേറ്റപ്പോ എല്ലാ ഭീകരതകളുമുള്ള ഒരു കൊടുങ്കാട്ടിലാക്കപ്പെട്ട ഭയം, ആർത്തിയോടെ കടിച്ചു കയറി നിൽക്കുന്ന വന്യമൃഗത്തിന്റെ മുരളൻ. എന്താ അങ്കിളിത്? സുബ്രു, ഉറക്കമില്ല സുബ്രു. ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയാൽ ഞാൻ കാണുന്ന ദുസ്വപ്നങ്ങളാണിതൊക്കെ. എല്ലാം കൊണ്ടും സൗഭാഗ്യവനായ ഞാൻ ഇന്ന് സമാധാനമില്ലാതെ ഉഴലുകയാണ്. എന്തു പറയും ഞാൻ? വിധിയെന്നോ അതോ ഉജ്ജന്മ പാപമെന്നോ? മോനെ,
നീ എനിക്ക് അന്യനല്ല. എന്റെ മക്കളുടെ ഒരാളായിട്ടേ കണ്ടിട്ടുള്ളൂ നിന്നെ ഞാൻ. കയ്യും കാലും വിട്ടടിക്കുന്ന അവസ്ഥയാണ് എനിക്ക്. തീരെ അടുത്തെങ്ങുമില്ല. പിടിച്ചു നിൽക്കാൻ ഒരു കത്തിത്തുരുമ്പ് പോലുമില്ല. എങ്ങനെ ചലിക്കാരെ പറ്റും? ആണോന്ന്? നീ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ആവശ്യമില്ലാത്ത അല്ല ആന്റി. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ? എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോ അതാവാനാണ് സാധ്യത. അതറിഞ്ഞിട്ടാവും ഉളപ്പണ്ണ വന്നിരിക്കുന്നത്. ആ ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ആന്റി 2 പിള്ളേർ അമ്മയായതല്ലേ? അതിന്റെ ലക്ഷണശാസ്ത്രമൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അവിടെ ഈ വഴക്കൊക്കെ നടക്കുമ്പോ ഞാൻ കല്യാണിയെ ശ്രദ്ധിച്ചായിരുന്നു. ഒരുമാതിരി ഉമ്മത്തിങ്ക തിന്ന കാക്കയെ പോലെ കണ്ണിലൊരു മയക്കം ഉണ്ടായിരുന്നു. നീ പറഞ്ഞത് ശരിയാ. അവിടെ ആ പ്രശ്നമൊക്കെ നടക്കുമ്പോ അവൾ ഒന്നിലും ഇടപെടുന്നുണ്ടായിരുന്നില്ല. അതെ അതെ, ആന്റി എങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആലോചിച്ച് നോക്കിയേ. സംഗതിയുടെ കിടപ്പ് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പാവുമല്ലോ. വാൽ നക്ഷത്രം. പുറത്തുനിന്ന് സഞ്ചരിച്ച് പ്രധാന ഗ്രഹങ്ങളുടെ അടുത്തെത്തുമ്പോൾ സഞ്ചാരപഥത്തിൽ സാരമായ മാറ്റം വരുത്തുന്ന ധൂമകേതു. അതുതന്നെയല്ലേ വിലാസിനിക്ക് ഏറ്റവും അനുയോജ്യമായ പേര്. അതെ അതെ. സൂര്യനോടടുക്കുമ്പോൾ സ്വയം നശിച്ചു പോവുകയോ എന്നേക്കുമായി എരിഞ്ഞു കളയപ്പെടുകയോ ചെയ്യുന്ന വാൽ നക്ഷത്രം. അമ്മാവനും അനന്തരവളും ബഹിരാകാശ പഠനം നടത്തുകയാണോ? അതെ ആന്റി. സ്വയം എരിഞ്ഞുടയ്ക്കാൻ വിധിക്കപ്പെട്ട വാൽ നക്ഷത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. ഇന്നെന്താ ആന്റി, ആന്റിക്കൊരു സന്തോഷഭാവം? അഖിലാന്റി വീണോ? അതോ ശിവരാമൻ അറ്റാക്കായോ? ഈ പറഞ്ഞ 2 എണ്ണത്തിന് പൂച്ചയുടെ ജന്മം. ഉടനെ എങ്ങും ചാവുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. അതെ, ഇപ്പൊ അതൊന്നുമല്ല സംഭവം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഒരു അനന്തരാവകാശി വരാൻ പോകുന്നു എന്നൊരു സംശയം. സംശയങ്ങൾ ആന്റി പിന്നീട് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളായി തീർന്നിട്ടുള്ളത്. സംശയങ്ങൾ രഹസ്യങ്ങൾ തേടി പോകുന്ന പറയാറ്. മനോഹരമായ മനസ്സുകളെ വികലമാക്കാനും സംശയമെന്ന മിന്നൽ പിണരനാവും. എന്നാലും തൃച്ചംബരത്തെ വിലാസിനി പുകയില്ലാതെ തീയുണ്ടെന്ന് പറയില്ലല്ലോ. ഇന്നലെ വരെ നടത്തിയ അനുമാനങ്ങളെല്ലാം പിന്നീട് സത്യത്തിലേക്ക് നയിച്ചിട്ടേ ഉള്ളൂ. അക്കാര്യത്തിൽ ചാണക്യന്റെ ബുദ്ധിയാ വിലാസിനിക്ക്. പ്രിയങ്കേ, കുറച്ചു നേരം മുമ്പ് നീ ഫോൺ വിളിച്ചപ്പോ ഞാൻ കട്ട് ചെയ്തില്ലേ? അതെ, അതെന്തിനാണെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. ആ സമയത്ത് അരവിന്ദ് കുടിച്ച് ലെക്ക് കെട്ട് തൃച്ചംബരത്തിന്റെ മുന്നിൽ 4 കാലിൽ വന്ന് ഇറങ്ങുമായിരുന്നു. അതൊരു പുതിയ വാർത്തയൊന്നും അല്ലല്ലോ. എങ്കിലും പകൽ സമയത്ത് അങ്ങനെ ഒരു വരവ് തുടങ്ങിയാൽ സന്തോഷിക്കാനുള്ള വകയുണ്ട്. പക്ഷേ അവൻ നേരെ കേറി വന്നത് തൃച്ചംബരത്തേക്കല്ല, ഔട്ട് ഹൗസിലേക്ക്. എന്നിട്ട് പറയാം. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി ചേച്ചി. ഞാൻ എങ്ങനെയെങ്കിലും അരവിന്ദിനെയും പിടിച്ചോണ്ട് ഔട്ട് ഹൗസിൽ നിന്ന് പോരുമായിരുന്നു. അപ്പൊ കല്യാണി തലയിറങ്ങി വീണു. അതെ ചേച്ചി, അവള് തലചുറ്റി വീണു. അതിനിപ്പോ ആനന്ദ് അച്ഛനാവാൻ പോകുന്നതിന്റെ ലക്ഷണമാണോ എന്തോ. അല്ല, ഇത് അത് തന്നെയാണോന്ന് ഉറപ്പില്ലല്ലോ. അതറിയണം ചേച്ചി. എങ്ങനെയെങ്കിലും അതറിഞ്ഞു ഉറപ്പിക്കണം.
അല്ലെങ്കിൽ ആനന്ദിനെ കാണാതായ സ്ഥിതിക്ക് അവരാ ജീവനെ ഇല്ലാതാക്കാൻ നോക്കൂന്നുള്ള കാര്യം ഉറപ്പല്ലേ? പ്രത്യേകിച്ച് ആ ഓപ്പോളം അത് ചെയ്യിപ്പിക്കും. അതെ, അവരുടെ മോനില്ലേ ഇന്ത്യയിലെ ഒരു പ്രശസ്ത ഗൈനക്കോളജിസ്റ്റാ. മാത്രമല്ല ഇവർക്ക് ഒട്ടുമിക്ക വൈദ്യങ്ങളും അറിയാം. അത് അനുവദിക്കാൻ പാടില്ല. അല്ല, ആദ്യം ഇത് അത് തന്നെയാണോന്ന് ഉറപ്പുവരുത്തണം. അത് ചേച്ചി വിചാരിച്ചാലേ നടക്കൂ. ആനന്ദിന്റെ കുട്ടി അവളുടെ വയറ്റിൽ വളർന്നു തുടങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണമല്ലോ. അല്ല, ഇപ്പോഴത്തെ കാലമല്ലേ. ഒരുപക്ഷെ ആനന്ദിനെ തേടി നടക്കുന്ന നമുക്ക് ഇനിയിപ്പൊ അവന്റെ ശവശരീരമാണ് കിട്ടുന്നെങ്കിൽ പോലും അയ്യോ, ആനന്ദിന് എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ആനന്ദിന്റെ രക്തത്തിൽ ഒരു കുഞ്ഞിനെങ്കിലും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതാ. ഇല്ല, ഒന്നും സംഭവിക്കില്ല. കല്യാണി തൃച്ചംബരത്ത് വരാനും പോകുന്നില്ല, അഖിലയൊട്ട് അച്ചമ്മയാകാനും പോകുന്നില്ല. ഒരിക്കലും തിരിച്ചു വരാത്ത മകനെ ഓർത്ത് കണ്ണീര് കുടിച്ചും മനസ്സുരുകി ബാക്കി ജന്മം വല്ല കാശിയിലോ രാമേശ്വരത്തോ ജീവിച്ച് തീർക്കാന്ന് കരുതിയാ അതിനും അവസരം കൊടുക്കില്ല ഞാൻ. മോക്ഷപ്രാപ്തിക്കായി തപസ്സിരിക്കാനും ഗംഗാ സ്നാനം നടത്താനും അവസരം ഒരുക്കില്ല ഞാൻ. അതിനു മുൻപ് അവസാനിപ്പിക്കും. അടികൊണ്ടപ്പോ എന്റെ കാതിൽ മുഴങ്ങിയത് അഖിലയുടെ മരണമണിയാ. തീർത്ത് കെട്ടും ഞാൻ. എന്താ അങ്കിൾ, വന്ന നേരം മുതൽ ഗഹനമായ ആലോചനയിലാണല്ലോ. ആനന്ദിന്റെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് ഉത്തരം കിട്ടാത്തത് തന്നെയാണ് ഈ ആലോചനയ്ക്ക് കാരണം. അങ്കിൾ, എന്താ? ജരാനരകൾ ചിന്തകളെ ദുർബലമാക്കി തുടങ്ങിയ. ദേവി ഭാഗവതത്തിൽ ഒരു കഥാപാത്രമുണ്ട്, രക്തബീജൻ. തല്ലിക്കൊന്ന് കഷ്ണം കഷ്ണമാക്കി എറിഞ്ഞാലും ഒരു തുള്ളി രക്തം മതി അവൻ ഉയർത്തെഴുന്നേറ്റു വരാൻ. അതുപോലെ ഒരു തുള്ളി ചോരയിൽ നിന്ന് പോലും ഉയർത്തെഴുന്നേറ്റു വരും. എന്റെ കാര്യമല്ല, തൃച്ചമ്പലത്തുകാരുടെ കാര്യമോ പറഞ്ഞത്. ആ ഭാവങ്ങളൊക്കെ മാറി അങ്കിള്. ഗ്രഹണം ആരംഭിച്ചിരിക്കുക. അഖിലയുടെ പ്രതാപത്തിന്റെ നാളുകൾ അസ്തമിച്ചു. സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിട്ട് നാളുകൾ എത്രയായി പ്രിയങ്കേ. പണ്ട് സ്വർഗമെന്ന് അവർ ആഘോഷിച്ചിരുന്ന തൃച്ചംബരം ഇന്ന് നരകമാ. അവരുടെ കാരണവും അവർ പരിപാലിച്ചുകൊണ്ടിരുന്ന പഴയ തൃച്ചംബരമല്ല. ഇന്നത് വെറും ചെകുത്താൻ കയറിയ വീടാ. ഇത്രയൊക്കെ ആക്കാൻ പറ്റിയില്ലേ, അത് നമ്മുടെ വിജയം.